കേരളത്തിൽ പൊതുവെ കൃഷി ചെയ്തു വരുന്ന ഒരു പച്ചക്കറി ഇനമാണ് വെണ്ട. നമ്മുടെ അടുക്കളത്തോട്ടങ്ങളിലും വെണ്ട ഒരു സ്ഥിരം സാന്നിധ്യമാണ്. വെണ്ടയിലെ തണ്ടുതുരപ്പൻ വണ്ടുകളുടെ നിയന്ത്രണമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. വളർച്ചയെത്തിയ പെൺവണ്ടുകൾ തണ്ടുകളിലും ഇലകളുടെ ഞെട്ടുകളിലും മുട്ട നിക്ഷേപിക്കുന്നു. വിരിഞ്ഞു വരുന്ന പുഴുക്കൾ തണ്ടു തുരന്ന് ഉൾഭാഗം തിന്നു നശിപ്പിക്കുന്നു. ക്രീം നിറവും ബ്രൗൺ തലയുമുള്ള കാലുകളില്ലാത്ത പുഴുക്കളാണിവ. വണ്ടുകൾ ആക്രമിച്ച തണ്ടുകളിൽ ദ്വാരങ്ങളും മുഴകളും കാണാവുന്നതാണ്. തണ്ടുകളിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നത് മൂലം ചെടിയുടെ മുകൾ ഭാഗത്തേക്ക് ആവശ്യത്തിന് വെള്ളവും വളവും എത്താതിരിക്കുന്നു. തന്മൂലം അവയുടെ വളർച്ച മുരടിക്കുന്നു. കീടബാധ വന്നതിന് ശേഷം നടപടികൾ എടുക്കുന്നതിലും നല്ലത് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ്. നടീൽ സമയത്ത് വേപ്പിൻ പിണ്ണാക്ക് ചെടി ഒന്നിന് 15 ഗ്രാം വീതം ഇട്ടുകൊടുക്കുക. കൂടാതെ നീം ഓയിൽ എമൽഷൻ 2 ആഴ്ച കൂടുമ്പോൾ തളിക്കുന്നത് വണ്ടുകളുടെ ആക്രമണത്തെ ഒരു പരിധിവരെ ചെറുക്കുന്നു. കീടബാധയുള്ള ചെടിയുടെ ഭാഗങ്ങൾ ഒരു കാരണവശാലും ചെടിച്ചോട്ടിൽ ഇടാൻ പാടില്ല. മറിച്ച് അവ മുറിച്ചു മാറ്റി കത്തിച്ചു കളയണം. കൃത്യസമയത്ത് വെണ്ടച്ചെടികൾ നിരീക്ഷിച്ച് ജൈവമാർഗങ്ങൾ സ്വീകരിച്ചാൽ ഒട്ടുമിക്ക എല്ലാ കീടങ്ങളെയും നമുക്ക് ദൂരീകരിക്കാൻ സാധിക്കും. കീടബാധ കൂടുന്ന പക്ഷം മാത്രം രാസകീടനാശിനിയായ ക്ലോറാൻട്രാനിലിപ്രോൾ 3 ml 10 ലിറ്റർ വെള്ളത്തിൽ തളിക്കുക.